പലതരം ത്രെഡുകൾ ഉപയോഗിച്ചുള്ള വാൾ ഹാങ്ങിങ് നമ്മളെല്ലാവരും എപ്പോഴും കാണുന്നതാണ്. അത് നമ്മൾ ഓൾഡ് ഡ്രസ്സ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ സ്പെഷ്യൽ. വെൽക്കം ബാക്ക് എസ് ഡിസൈനർ സ്പോട്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ മുമ്പ് ഇതിൽ വീഡിയോയിൽ കാണിച്ചതുപോലെയുള്ള ഒരു ക്രാഫ്റ്റാണ്. ത്രെഡ് കൊണ്ട് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റാണ്. അത് നമുക്ക് ടീഷർട്ടോ അല്ലെങ്കിൽ ലെഗിനോ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. കുറച്ച് എക്സാമ്പിൾ പിക്ചേഴ്സ് ഞാനിതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ ഒന്നുകിൽ ത്രെഡ് വാങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് പകരം ഞാൻ ഈ ത്രെഡിന് പകരം നമ്മൾ ചവിട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ടീഷർട്ടിൻ്റെ ക്ലോത്ത് ഉപയോഗിച്ച് ചെയ്യുള്ളൂ. അപ്പോൾ അതേപോലെ നമ്മൾ ഈ ത്രെഡിൻ്റെ വാൾ ഹാങ്ങിങ് ചെയ്താലോ എന്നൊരു ഇത് തോട്ട് വന്ന് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ചെയ്ത് റെഡി ആയതാണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നമുക്ക് ഇതുകൊണ്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ ടീഷർട്ടോ അല്ലെങ്കിൽ നമ്മളെ പഴയ ലെഗിനോ അല്ലെങ്കിൽ ഇതേപോലെ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇതിൻ്റെ ഈ ത്രെഡ് ഇങ്ങനെ റാവലോട്ട് ചെയ്ത് പോകുന്ന സംഭവമല്ല. ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഈ നൂലിങ്ങനെ പോരുന്ന ഒരു ഇതില്ലാത്തതുകൊണ്ട് നമുക്കിത് അതിന് വേണ്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെഗിനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. യൂസ്ലെസ് ആയിട്ടുള്ള ലെഗിനാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഭാഗമൊന്നും നമുക്ക് വേണ്ട. ഇതേപോലുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസാണ് കാണിച്ചു തരാം. അതിൻ്റെ ബെൽറ്റ് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ബെൽറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത ഭാഗവും കട്ട് ചെയ്തു. ഇനി അതേപോലെ ഈ സംഭവങ്ങളും കൂടെ അതേപോലെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ട്രയാങ്കിളൊന്നും പറ്റൂല. ഇതാ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പീസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ലൈനാക്കി വരച്ചെടുക്കണം. അതിനുശേഷം ഓരോ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഫസ്റ്റ് ഈ ഏറ്റവും എൻഡിൽ നിന്നാണ് നമ്മൾ വരച്ച് തുടങ്ങേണ്ടത്. അപ്പോൾ മേലേക്ക് എത്തുമ്പോൾ എന്തായാലും അത് ചെരിഞ്ഞ് പോരും. അപ്പോൾ ഇതുപോലെ ഞാൻ ലൈനാക്കി വരച്ചിട്ടുണ്ട്. ഈ ലൈനിൽ കൂടി കട്ട് ചെയ്യാം. അപ്പോൾ കുറച്ചൊക്കെ ഒരു വീതിയുള്ളൊരു ത്രെഡായിരിക്കും കിട്ടുക. അതല്ല ഇതിൻ്റെ പകുതിയാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ലൈനിൻ്റെയും പകുതിയായിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കളയണം. ഈ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിനെ വീണ്ടും ചെറുതാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നേരെയാണ് കട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഞാൻ. അതായത് 1 ഇഞ്ച് വീതി ഉണ്ടാവും ഇതിൻ്റെ വെടുത്ത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ത്രെഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് കുറച്ചൊരു തിക്കുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്കിത് വീണ്ടും ചെറുതാക്കുകയാണ് നല്ലത്. അതല്ല ഇതേ തിക്കന്നെ മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ത്രെഡ് പോലാവും ഇത് സംഭവം. ഇനി സോഫ്റ്റായിട്ട് ഇനി നേർന്നത് മതി എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ചെറുതാക്കാം. പിന്നെ ഇതിങ്ങനെ വലിയ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് നല്ല ഇതിൻ്റെ ഈ സിൽവർ എഡ്ജൊക്കെ അല്ലേ, 2 എഡ്ജും അതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് പോയിക്കോളും. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി ക്ലോത്തും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള കുറേ ത്രെഡുകൾ കിട്ടി. അതിലിങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളിലേക്ക് പോകുള്ളൂ. ഇതാ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഒരു റിബണ് പോലെ ഉണ്ടാവും. അപ്പോൾ ആ റിബണ് പോലെ അല്ലാതിരിക്കണമെങ്കിൽ പിന്നെ നന്നായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ത്രെഡൊക്കെ അങ്ങോട്ട് എൻ്റെയൊക്കെ ഉള്ളിൽ പോയി നല്ല ഭംഗിയായിട്ട് കിട്ടും. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൊടുത്താൽ മതി. ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളും. വലിക്കുന്ന കാര്യമൊക്കെ ഞാൻ വൈറ്റ് ഇതിൽ കാണിച്ച വൈറ്റ് ചെയ്തപ്പോൾ എൻ്റെ മോനാണ് അതിന് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ മൊത്തം നമുക്ക് എത്ര ത്രെഡ് കിട്ടി? 2, 3, 4, 5, 6 എണ്ണം കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഞാനിതിൽ കാണിച്ചിട്ടുണ്ട് ഒരു സ്റ്റിക്ക് വെട്ടുന്നത്. അത് നമ്മുടെ വീട്ടിലുള്ള ഒരു മരത്തുമ്പോൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞപ്പോൾ അത് ഇങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇത് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ 2 എൻഡ് നമ്മളൊരു നിശ്ചിത അകലം വിട്ടിട്ട് ഒരു അടയാളം കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് മെഷർമെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവും. അതല്ല നമുക്ക് തന്നെ ഏകദേശം ഐഡിയ ഇവിടെ ആയിരിക്കുമെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ 3 ഇഞ്ച് വിട്ടിട്ടാണ് ഇവിടെ അടയാളം ഇട്ടിട്ടുള്ളത്. ഇവിടെ ഇട്ടത് അത് തന്നെയാണോ എന്നറിയില്ല, നോക്കട്ടെ. ഒരു ഇത്തിരി കൂടി പോയിട്ടുണ്ട്. നമുക്ക് 3 ഇഞ്ച് വിട്ടിട്ട് അടയാളം ഇടാം. അതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തികയോന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ കണക്കാക്കിയതിന് ശേഷം ഇങ്ങനെ വലിച്ചെടുക്കണം.
സെൻറ്റർ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് അടയാളം ഇട്ടതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതിൽ സെൻറ്ററാണ് എടുത്തിട്ടുള്ളത്. ഈ രണ്ടിതും കൂടി ഇപ്പുറത്ത് കൂടി ഇട്ട് നമ്മൾ വലിച്ചു കൊടുക്കുക. കണ്ടോ? അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് ഇതേപോലെ എടുക്കുക. സെൻറ്റർ കണക്കാക്കിയിട്ട് നല്ല ഭംഗിയിലുള്ള പീസ് തന്നെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 എണ്ണമായി. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ളതും ചെയ്യാം. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ചെയ്തു. ഇനി ചെയ്യുന്നത് ഇത് കൂടുതലായിട്ട് ഒന്നിച്ച് ഈ ഡിസ്റ്റൻസ് വേണ്ട, ഒന്നിച്ച് ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല ഇതേപോലെ ദൂരെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. എനിക്ക് 2 പീസും കൂടി ഇതിൽ വേണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ 2 എണ്ണം കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് ബാക്കി ചെയ്യാൻ പോവാണ്. നമുക്കൊന്നുകിൽ ഇങ്ങനെ ഇവിടെ സെൻറ്ററിൽ ഈ വൈറ്റ് കണ്ടിട്ടോ ഇങ്ങനെ കാണുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ വിട്ട് കൊടുത്താൽ മതി. അതല്ല വൈറ്റ് കാണണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. നമ്മുടെ ഡിസൈന് നമ്മൾ തന്നെ ചോയ്സ്. ഒന്ന് കണ്ടെന്ന് വെച്ചാൽ അതേപോലെ അങ്ങോട്ട് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് മാറ്റം വരുത്താം. മെയിനായിട്ടുള്ള ട്രിക്കുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതെപ്പോഴും ഇങ്ങനെ ഇതേപോലെ തന്നെ ആയിരിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് 2 എണ്ണം എടുത്തിട്ട് ഇത് രണ്ടും കൂടി ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതേപോലെ അടുത്ത 2 എണ്ണം. ഹാങ്ങിങ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഭംഗി. അപ്പോൾ അതിന് ക്യാമറ വെക്കാൻ കറക്റ്റ് ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായി ടൈറ്റ് ആക്കുന്നില്ല. അഥവാ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ടൈറ്റ് ആക്കാതിരിക്കുന്നതാണ് ബെസ്റ്റ്. എന്നിട്ട് നമ്മൾക്ക് ഹാങ്ങിങ് ചെയ്തതിന് ശേഷം ടൈറ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത റോ നമ്മൾ ചെയ്യുമ്പോൾ ഈ സെക്കൻഡ് വന്നിട്ട് ഇതിപ്പോൾ നമ്മൾ ഫ്രീ ആയി കിടക്കണം. അപ്പോൾ ഇതിനെ ഫസ്റ്റത്തെ ഇതുമായിട്ട് കെട്ടിക്കൊടുക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ കെട്ടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നല്ല ബീഡ്സ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്താലും മതി. ഇത് രണ്ടും കൂടി കയറി വരുന്ന പോലെയുള്ള ബീഡായിരിക്കണം. അതല്ലെങ്കിൽ പിന്നെ വേറൊരു ക്ലോത്ത് ഉപയോഗിച്ച് നമുക്കിതിനെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. നല്ല ഭംഗിയുള്ള ഏതെങ്കിലും ഗോൾഡൻ കളർ ത്രെഡൊക്കെ ഉപയോഗിച്ച് ഇത് രണ്ടും കൂടി ഇതിന് പകരം രണ്ടും കൂടി കൂട്ടി കെട്ടിക്കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഭംഗി ഇതേപോലെ ഉണ്ടാവും. നമുക്കൊന്ന് ഹാങ്ങിങ് ചെയ്ത് നോക്കണമെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അടുത്ത റോയും ഇതേപോലെ തന്നെ ഈ ലെങ്ത്തൊക്കെ കറക്റ്റ് ഒരേപോലെ തന്നെ ആവണമാണ് നല്ലത്. അപ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ. അടുത്തത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാം, ഇതിനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരെണ്ണം മാത്രം കെട്ടിട്ട് കൊടുക്കുക. മറ്റേതവിടെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട്, അതായത് ഒരു ത്രെഡിൽ ഇങ്ങനെ വെച്ചിട്ട് മറ്റേ ത്രെഡ് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് മാത്രമേ ടൈറ്റ് ആക്കുന്നുള്ളൂ, മറ്റേതവിടെ ഫ്രീ ആയിട്ട് ഞങ്ങൾ വലിച്ചാണ്ട് പോരും. അതേപോലെ ഈ ലെയറിലുള്ള ഫുള്ള് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞു. ഇനി ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കെട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ അത് വരുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ നീളം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ത്രെഡ് ഉപയോഗിച്ച് രണ്ടറ്റം കെട്ടി ഇതിവിടെ വെച്ച് മതിയാക്കാം. ഇവിടെ ഞാൻ ഗോൾഡൻ കളർ ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഓൾറെഡി എൻ്റെ അടുത്തുള്ള ഒരു ത്രെഡ് ആയതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. നമ്മൾ കയ്യിലുള്ള ഏതെങ്കിലും ത്രെഡ് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പിന്നെ അടുത്ത കെട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഒരുപാട് ലെങ്ത് ഒന്നും വേണ്ട, ഇത് മതിയാകും. ഇപ്പോഴുള്ള ലുക്ക് ഇങ്ങനെയാണ്. ഇനി നമ്മൾക്ക് ഒന്നുകിൽ ഇത് ഫുള്ള് സ്ട്രെക്റ്റായിട്ട് ഓരോ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് മതിയാക്കാം. അതല്ലെങ്കിൽ നീഡിലും ത്രെഡ് ഉപയോഗിച്ച് നമുക്കതിൻ്റെ നീളം കൂട്ടിക്കൊടുക്കാം. നീളം കൂട്ടാൻ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് നീഡിലും സൂചിയും ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ തുന്നി കൊടുക്കുക. അതല്ലെങ്കിൽ സ്വിങ് മെഷീനിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഉള്ള ഫിഗറാണിത്. കണ്ടോ, ഇത്രയും നീളമുണ്ട്.
ഫുള്ളായിട്ട് ഇപ്പോൾ ഇതിൽ കിട്ടാനിപ്പോൾ എന്താ വഴി. പിന്നെ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് വേറെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വലിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഭാഗം അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോവും. ഇതാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ലുക്ക്. അപ്പോൾ നമുക്ക് അടിഭാഗം കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്യാം ആദ്യം. അടിഭാഗം കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഞാനൊരു നോട്ടും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അത് എല്ലാത്തിലും കറക്റ്റായി ചെയ്തതിന് ശേഷം വേണം നമുക്ക് കട്ട് ചെയ്യാൻ, എങ്കിലേ അത് കറക്റ്റ് ആവുള്ളൂ. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഓരോ കെട്ടിട്ടെടുത്തു. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള പീസ് ഭാഗം ഇവിടെയാണ്. അത് ജസ്റ്റ് സാധാരണ നീഡിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അവിടെ ശരിക്കും കാണാൻ പറ്റും, ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളത് വലിച്ച് കെട്ടി കൊടുക്കുമ്പോൾ പിന്നെ അതങ്ങോട്ട് ദൂരേക്കായി പോകും, മനസ്സിലാവില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടതിൻ്റെ അടിഭാഗം കറക്റ്റാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫിഗർ. കണ്ടോ? ഒന്നുകിൽ നമുക്കിത് ഇതേപോലെ തന്നെ നിലനിർത്താം, അല്ലെങ്കിൽ വീണ്ടും നോട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് താഴെ വരെ ഫ്രീ ആക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ ഫ്ലവറൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. 2 സംഭവങ്ങളാണ് ഞാൻ ചെയ്ത് നോക്കി. 2 ഇന്ന് തന്നെ ചെയ്തു, 2 വിജയിച്ചു, നന്നായിട്ടുണ്ട്. ഇതിൽ ഇത് തുന്നി കൊടുത്തതുപോലെ ഞാൻ വൈറ്റ് തുന്നി കൊടുത്തിട്ടില്ല. അത് വൈറ്റ് തുന്നാതെ തന്നെ നല്ല ഭംഗിയായിട്ട് നിന്നിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള വൈറ്റ്. ഇത് വൈറ്റ് ലെഗിനാണ്. പക്ഷേ ഇതിൽ ഞാൻ തുന്നിയിട്ടല്ല, ഇത് ഇതിന്മേൽ അറ്റാച്ച് ചെയ്ത് കെട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴും അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ പിന്നെ ഇതിൻ്റെ കൊമ്പ് അതേപോലെ തന്നെ നിലനിർത്തിയതാണ്. അതിൻ്റെ സ്കിന്നൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ബ്ലാക്ക് പെയിൻ്റ് അടിക്കാമെന്നൊക്കെയായിരുന്നു ആദ്യം കരുതിയത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു സംഭവം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പ്രകാരം ഇത് വേഗം കാണാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അത് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നൂല് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ട്രയാങ്കിൾ പോലെ കെറുവായിട്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് അത് അടിച്ചു പോയിട്ട് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കും മനസ്സിലാവുകയും വേണം. നല്ല രീതിയിൽ വോയിസിന് ഇത്തിരി ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഇത്രയും സമയം വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. ഹാവ് എ നൈസ് ഡേ.